ಕೊಡಗು ಕೇರಳದ ಟೆಕ್ಕಿ ಶರಣ್ಯ ಕೊನೆಗೂ ಪತ್ತೆ. ಸ್ಥಳೀಯ ಕುಡಿಯ ಸಮುದಾಯದ ಶೋಧ ಕಾರ್ಯ ಸಂದರ್ಭದಲ್ಲಿ ಪತ್ತೆ. ತಡಿಯಂಡಮೋಳ್ ಬೆಟ್ಟದಲ್ಲಿ 4 ದಿನಗಳಿಂದ ನಾಪತ್ತೆಯಾಗಿದ್ದ ಕೇರಳದ ಟೆಕ್ಕಿ 36 ವರ್ಷದ ಶರಣ್ಯ. ತಡಿಯಂಡಮೋಳ್ ಬೆಟ್ಟಕ್ಕೆ ಗುರುವಾರ ಬೆಳಗ್ಗೆ ಚಾರಣಕ್ಕೆ ತೆರಳಿ ನಾಪತ್ತೆಯಾಗಿದ್ದ ಶರಣ್ಯ ಅರಣ್ಯ ಇಲಾಖೆ, ಪೊಲೀಸ್ ಇಲಾಖೆ, ಗ್ರಾಮಸ್ಥರು ನಕ್ಸಲ್ ನಿಗ್ರಹ ಪಡೆಯಿಂದ ನಿರಂತರ ಶೋಧ, ಕೊನೆಗೂ 4 ದಿನಗಳ ಸತತ ಹುಡುಕಾಟದ ಬಳಿಕ ಇಂದು ಸಂಜೆ ಪತ್ತೆಯಾದ ಶರಣ್ಯ ಪತ್ತೆಗಾಗಿ 4 ದಿನಗಳಿಂದ ಅವಿರತ ಶ್ರಮಿಸಿದ ಪೊಲೀಸ್, ಅರಣ್ಯ ಇಲಾಖೆ ಗ್ರಾಮಸ್ಥರಿಗೆ ಮತ್ತು ಆಧುನಿಕ ಉಪಕರಣ ನೀಡಿದ ರಾಜ್ಯ ಸರ್ಕಾರಕ್ಕೆ ಧನ್ಯವಾದ ಮತ್ತು ಅಭಿನಂದನೆ ಸಲ್ಲಿಸಿದ ಮತ್ತು ಶರಣ್ಯ ಆರೋಗ್ಯ ವಿಚಾರಿಸಿದ ಶಾಸಕ ಎಸ್ ಪೊನ್ನಣ್ಣ. ಕಳೆದ 4 ದಿನಗಳಿಂದ ಕೊಡಗಿನ ಅದರಲ್ಲೂ ರಾಜ್ಯದ 2ನೇ ಅತಿ ಎತ್ತರದ ಬೆಟ್ಟ ತಡಿಯಂಡಮೋಳು ಬೆಟ್ಟಕ್ಕೆ ಟ್ರೆಕ್ಕಿಂಗ್ ಹೋಗಿ ನಾಪತ್ತೆಯಾಗಿದ್ದ ಶರಣ್ಯ ಕಡೆಗೂ ಸುರಕ್ಷಿತವಾಗಿ ತನ್ನ ಕುಟುಂಬದವರೊಂದಿಗೆ ಸೇರಿದ್ದಾಳೆ. ಈ ನಡುವೆ ತನ್ನನ್ನು ಪತ್ತೆ ಹಚ್ಚುವಲ್ಲಿ ಪತಿಯೊಬ್ಬರಿಗೂ ಧನ್ಯವಾದ ಅರ್ಪಿಸಿದ್ದಾಳೆ. Thank you so much. Thank you so much, sir. Department will also go along and drop us to her residence. We have made all arrangements. Everything. Ensured, sir. We have also told that. Yeah, we have done, sir. Everything is there. We make sure she reaches home. Right now, we are in the hospital. We are getting a checkup done, sir. She is fine. Everything is normal. All parameters are okay, sir. Her uncle is here, sir. He is also very worried he was there. Sir, hello, sir. നമസ്കാരം. നിങ്ങളെല്ലാം ഇടപെടൽ കൊണ്ട് വളരെ ഭംഗിയായി കാര്യം കിട്ടി പിടിച്ചിട്ട്. തീർച്ചയായും. അതെ. ഞാൻ ആദ്യം തന്നെ വിളിച്ച് ടെൻഷനായി, എല്ലാവർക്കും ടെൻഷനായിരുന്നു. പക്ഷേ കർണാടക നമ്മുടെ MLA എസ്പെഷ്യലി പൊന്നണ്ണ വളരെയധികം ഇതിൽ ഇൻവോൾവ് ചെയ്തു. പിന്നെ നമ്മുടെ SP ലീഗൽ അഡ്വൈസർ അദ്ദേഹത്തിന്റെ ഒരു എഫേർട്ട് ഭയങ്കരമാണ്. അദ്ദേഹത്തിന് ഞാൻ വീട്ടിൽ പോയി അദ്ദേഹത്തിന് ഇന്നലെ വൈകിട്ട്. അപ്പം എല്ലാവിധ സഹകരണവും തന്നു. DGP അന്നേരം തന്നെ വിളിച്ചു, SP വിളിച്ചു പറഞ്ഞു, പിന്നെ ഫോറസ്റ്റുകാരെ എല്ലാവരെയും വിളിച്ചു പറഞ്ഞു. അതിന് വളരെ നല്ല കോർപ്പറേഷൻ ഉണ്ടായിരുന്നു. അതിനെ ഒരു എഫേർട്ട് പറയാൻ പ്രതികരിക്കാൻ വയ്യ. പിന്നെ സാറ് അങ്ങനെ ഇടപെട്ടെന്ന് അറിഞ്ഞു. സാറാണ് ഇടപെട്ടു. ഞാൻ VD സതീശ് സാറെ ബസ്സിൽ വിളിച്ചു. മൂപ്പർ അന്നേരം തന്നെ കർണാടക സ്പീക്കറെ വിളിച്ചു, പിന്നെ DK വിളിച്ചു, എല്ലാവരും വിളിച്ചു. അപ്പൊ തന്നെ അത് ഒരു ഫംഗ്ഷനായി. വേണുജി ചീഫ് മിനിസ്റ്ററെ വിളിച്ചെന്ന് പറഞ്ഞു. അപ്പം എല്ലാം കൂടി ആയപ്പോ സംഗതി നന്നായിട്ട് വർക്കായി. അതെ എല്ലാം വിളിച്ചിരുന്നു. ഓക്കെ. യെസ്. അതെ. അപ്പോ തീർച്ചയായിട്ടും അതിന്റെ ഭാഗ്യം, ദൈവത്തിന്റെ ഭാഗ്യം, ദൈവത്തിന്റെ കൃപ. അപ്പൊ സാറിന്റെ ഇടപെടലെല്ലാം വളരെയധികം നന്ദി. അതുകൊണ്ട് ഞാൻ പോവാം. ഞാൻ തീർച്ചയായും അങ്ങോട്ട് വീട്ടിലെത്തണം. എല്ലാവരും ഉണ്ടാവും. അങ്ങോട്ട് വരുന്നുണ്ട്. അതെ. സാർ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. സാറിന്റെ എഫേർട്ടിനെല്ലാം നമ്മുടെ എല്ലാവരുടെയും നന്ദി പറയുന്നതിന് വീട്ടിൽ എല്ലാവരുടെയും നന്ദിയാണ് അറിയിക്കുകയാണ്. താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്. ശരി സാറിന് Everything will be taken care. I am also going the route of Wayanad. Yes,